എവിടെയെങ്കിലും പഠിക്കാണ്ടായി പോയതിന്റെ ഒരു വിഷമം ഉണ്ടായ സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? നമുക്ക് ലോണൊക്കെ ഇടുമ്പോൾ ലോൺ കിട്ടുന്ന സമയത്ത് നമ്മൾ പേപ്പറൊക്കെ പൂരിപ്പിക്കാൻ വരുമല്ലോ. അപ്പോൾ ഇംഗ്ലീഷായിരിക്കും പൂരിപ്പിക്കേണ്ടത്. അപ്പോൾ ഇംഗ്ലീഷ് അത് അറിയില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് വന്നിട്ട് അപ്പോൾ അത് കിട്ടാനായിട്ട് ഓരോ ക്ലാസ്സിൽ പോകുന്ന സമയത്തൊക്കെ നമ്മൾ കുറേ പിള്ളേരുണ്ട് അവിടെ. പല അവസ്ഥകളും എല്ലാവർക്കുണ്ട്. ചിലർക്ക് ഇങ്ങനെ ശരീരം തളർന്നിരിക്കുന്നവരും, ചിലർക്ക് നല്ല പഠിപ്പുണ്ടാവും, ചിലപ്പോൾ കയ്യിൽ ഇങ്ങനെ ഇത് കുഴ എത്തി ഇങ്ങനെ ഇരിക്കുന്നവർ കുറേ പേരുണ്ടാവും. ഇടയ്ക്ക് എന്തൊക്കെയോ നോക്കുമ്പോൾ എനിക്കെന്താ ഇത്ര അറിവേലേ ഉള്ളൂ. എൻ്റെ കൂടെ ഒരു പെങ്കൊച്ചുണ്ട്. ആ പെങ്കൊച്ചിന് കൈക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ 10ാം ക്ലാസ് 10 A+ ഉണ്ടായിരുന്നു. 10ാം ക്ലാസ് 10 A+ ഉണ്ടായിരുന്നു. പക്ഷെ ആ പെങ്കൊച്ച് ഭയങ്കര കരച്ചിലായിരുന്നു. കാരണം പെങ്കൊച്ചിന് ആഗ്രഹം പഠിത്തത്തിലൊന്നും ആവണമെന്ന് അതുകൊണ്ട് അവണി ആഗ്രഹിച്ചിട്ടുണ്ടാവില്ലല്ലേ? പഠിച്ചിട്ട് ഇങ്ങനെ ആഗ്രഹമുണ്ട് കേട്ടോ. പറഞ്ഞില്ലേ, എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ടല്ലോ, ഇപ്പൊ അറിയാം എവിടെയെങ്കിലും എത്തുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അത് ഉണ്ടെങ്കിൽ എനിക്കെന്താ ധൈര്യത്തിൽ എനിക്ക് പച്ചയ്ക്ക് ഇത് പറയാറുന്നു. ഒരു ചോദിക്കുമ്പോൾ എനിക്ക് പറയാറുന്നു. അത് ചിന്തിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം എന്താ തോന്നുന്നുണ്ട്. പക്ഷെ എന്താ പറയണ്ടേ, ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഇപ്പോഴും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മള് ഞാൻ ഇരുന്ന് ഇടയ്ക്ക് കരയും. ഒറ്റക്ക് കരഞ്ഞു തീർക്കും. ഒറ്റയ്ക്കല്ല, ആരെയും വിളിച്ചു പോയാൽ പറയുകയും ചെയ്യും. അത് ഒരു പരിപാടിക്ക് പോയിട്ട് ഞങ്ങൾക്ക് എന്താ ഫുഡ് പോലും കഴിക്കാൻ പറ്റും. രാവിലെ വൈകിട്ടാണ് പരിപാടി. എനിക്ക് തീർന്ന പരിപാടി 2 മണിയൊക്കെ ആയപ്പോൾ തീർന്നു. 3 മണിക്ക് നമ്മൾ രണ്ടാമത്തെ കൊട്ടണം അവിടെ. അപ്പോൾ അവിടെ നിന്ന് ദൂരമുണ്ട്, പാലക്കാടായിരുന്നു പരിപാടി. അത് ഓടി പറഞ്ഞ് എത്തി. ഫുഡും കഴിക്കും. പിള്ളേർ മൊത്തം നമ്മൾ ചീത്ത പറിച്ചില്ല. ഫുഡ് കഴിച്ച് വെക്കാത്തുള്ളൂ. രാവിലെയും കഴിച്ചില്ല, ഉച്ചയും കഴിച്ചില്ല. എൻ്റെ അനിയും കൊച്ചു ആരെങ്കിലും പേര് പറയുമ്പോൾ ഇവരിങ്ങനെ സംസാരിക്കുമല്ലോ, ബന്ധുക്കാരുടെ കാര്യം പറയുമ്പോൾ ഇവരാണ് അപ്പം അമ്മ ചീത്തോറ് തന്നെ. ഞാൻ കുറെ ഇങ്ങനെ ചോദിക്കും. ലാസ്റ്റ് അമ്മ ഓരോ കാര്യം പറഞ്ഞു ആ ഉറപ്പുണ്ട്. അപ്പോഴും എനിക്ക് അറിവുണ്ട്. ഇനിയിപ്പോ എന്നെ കുറച്ച് നാൾ കഴിഞ്ഞാൽ മറന്നു പോവോ? അല്ലേ ഫോണിൽ പറഞ്ഞില്ല. അപ്പൊ എന്റെ പേര് ബിൻഷ. ഞാൻ ലാസ്റ്റ് ചോദിക്കാം എന്റെ പേരെന്താ. വേണ്ട, അത് കേട്ടോ. ഇവിടെ നമ്മള് പറയുന്ന പൈസ തരുമോ ആൾക്കാര്? ലാസ്റ്റ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് പറ്റിക്കുന്നവരുണ്ടോ? ദൂര അനുഭവം ഉണ്ടായിട്ടുണ്ട്. അറിയാമോ? ചോദിച്ചില്ല ഇപ്പൊ എന്റെ പേരെന്താ? പേരെന്താന്ന് എന്റെ പേരെന്ന് പറഞ്ഞേ. ഇതന്നെ. പ്രണയൊക്കെ ഉണ്ടോ? ഇപ്പോഴും ഉണ്ട് പ്രണയം? ഇപ്പോഴും ഉണ്ട്. കല്യാണത്തിനൊക്കെ വിളിക്കുവോ നമ്മളെയൊക്കെ? ഇല്ല, ആ പരിസരത്തേക്ക് ഇതവര് ആദ്യം തന്നെ ഇടപെട്ട. എന്നാലും അവണി എന്നോട് നീ ഇങ്ങനെ പറയുന്ന ഞാൻ വിചാരിച്ചില്ല. ഈ മറവി ശരിക്കും ഒരു നമ്മള് വെറുതെ മറന്നു നല്ല മറവിയാണോ? അങ്ങനെ മറവിയില്ല. എനിക്കത് +2 വരെ 10ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നു. ഒരു സർട്ടിഫിക്കറ്റ് ആണ് എനിക്ക് മറവി ഉണ്ട് ആ രീതി കാണിക്കാനായിട്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ എനിക്ക് പഠനം മുന്നോട്ട് വേണമല്ലോ. പഠനം മുന്നോട്ട് വേണമെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് കൈ ഉണ്ടെങ്കിൽ ഇനി പഠിക്കാൻ പറ്റും. അപ്പോൾ അത് ഇത്ര വർഷത്തേക്കേ ഉള്ളൂ എനിക്ക്. അപ്പോൾ അത് കിട്ടാനായിട്ട് ഓരോ ക്ലാസ്സിൽ പോകുന്ന സമയത്തൊക്കെ നമ്മൾ കുറേ പിള്ളേരുണ്ട് അവിടെ. പല അവസ്ഥകളും എല്ലാവർക്കുണ്ട്. ചിലർക്ക് ഇങ്ങനെ ശരീരം തളർന്നിരിക്കുന്നവരും, ചിലർക്ക് നല്ല പഠിപ്പുണ്ടാവും, ചിലപ്പോൾ കയ്യിൽ ഇങ്ങനെ ഇത് കുഴ എത്തി ഇങ്ങനെ ഇരിക്കുന്നവർ കുറേ പേരുണ്ടാവും. അപ്പം ഇടയ്ക്ക് എന്തൊക്കെയോ നോക്കുമ്പോൾ എനിക്കെന്താ ഇത്ര അറിവേലേ ഉള്ളൂ. അപ്പം അവരതല്ല ഓരോരുത്തർക്കും ഓരോ കുറവുകളുണ്ട്. എൻ്റെ കൂടെ ഒരു പെങ്കൊച്ചുണ്ട്. ആ പെങ്കൊച്ചിന് കൈക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ 10ാം ക്ലാസ് 10 A+ ഉണ്ടായിരുന്നു. 10ാം ക്ലാസ് 10 A+ ഉണ്ടായിരുന്നു. പക്ഷെ ആ പെങ്കൊച്ച് ഭയങ്കര കരച്ചിലായിരുന്നു. കാരണം പെങ്കൊച്ചിന് ആഗ്രഹം സയൻസ് ആവണമായിരുന്നു. പക്ഷെ പുള്ളിക്കാരിക്ക് കിട്ടിയത് കൊമേഴ്സിന്റെ ഇതാ. കാരണം കൈക്ക് ബുദ്ധിമുട്ടുള്ള പെങ്കൊച്ചായതുകൊണ്ട് സയൻസ് ആയല്ലോ. അപ്പോൾ കെമിക്കലൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും വന്നാലും അവര് തന്നെ അത് വേണ്ട ഇതാക്കണം എന്ന് പറഞ്ഞ് അപ്പൊ എനിക്ക് ഭയങ്കര കരച്ചിലായിരുന്നു. പഠിത്തത്തിലൊന്നും ആവണമെന്ന് അതുകൊണ്ട് അവണി ആഗ്രഹിച്ചിട്ടുണ്ടാവില്ലല്ലേ? പഠിച്ചിട്ട് ഇങ്ങനെ ആഗ്രഹമുണ്ട് കേട്ടോ. പറഞ്ഞില്ലേ, എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ടല്ലോ, ഇപ്പൊ അറിയാം എവിടെയെങ്കിലും എത്തുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അത് ഉണ്ടെങ്കിൽ എനിക്കെന്താ ധൈര്യത്തിൽ എനിക്ക് പച്ചയ്ക്ക് ഇത് പറയാറുന്നു. ഒരു ചോദിക്കുമ്പോൾ എനിക്ക് പറയാറുന്നു. അത് ചിന്തിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം എന്താ തോന്നുന്നുണ്ട്. പക്ഷെ എന്താ പറയണ്ടേ, എവിടെയെങ്കിലും പഠിക്കാണ്ടായി പോയതിന്റെ ഒരു വിഷമം ഉണ്ടായ സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? നമുക്ക് ലോണൊക്കെ ഇടുമ്പോൾ ലോൺ കിട്ടുന്ന സമയത്ത് നമ്മൾ പേപ്പറൊക്കെ പൂരിപ്പിക്കാൻ വരുമല്ലോ. അപ്പോൾ ഇംഗ്ലീഷായിരിക്കും പൂരിപ്പിക്കേണ്ടത്. അപ്പോൾ ഇംഗ്ലീഷ് അത് അറിയില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് വന്നിട്ട് നീ എന്തിനാ കരയാണ്, നിനക്ക് കഴിവില്ലേ, ഡാൻസ് ഇല്ലേ, അത് ഓർത്ത് നീ ഇത് വിൽക്ക്, അത് ഓർത്ത് ഇരിക്കുക, നീ ഇത് ഓർത്ത് വിഷമിക്കണ്ട, അങ്ങനെ പറഞ്ഞ് അവരെ സെറ്റ് ഇതാക്കും. അപ്പോഴും മനസ്സിതാക്കും. അതുണ്ടല്ല കഴിവുണ്ട്. ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഇപ്പോഴും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മള് ഞാൻ ഇരുന്ന് ഇടയ്ക്ക് കരയും. ഒറ്റക്ക് കരഞ്ഞു തീർക്കും. ഒറ്റയ്ക്കല്ല, ആരെയും വിളിച്ചു പോയാൽ പറയുകയും ചെയ്യും. അപ്പൊ ഈ ശരിക്കും മറവി ഇപ്പൊ ഉണ്ടോ? പെട്ടെന്നെല്ലാം മറന്നു പോവോ? പേരൊക്കെ അത്യാവശ്യം എനിക്ക് നല്ല മറിയാം. ചേച്ചിയുടെ പേരാണെങ്കിലും ചോദിച്ചില്ല എന്നോട് പേരെന്താന്ന്. എന്റെ പേരെന്ന് പറഞ്ഞേ.
ഇതന്നെ ഇതന്നെ എന്റെ അവസ്ഥ. ഞാൻ നമ്മുടെ ഫോണിലൊക്കെ പേരൊക്കെ മലയാളത്തിൽ എഴുതുന്നുണ്ട്. അപ്പൊ എപ്പോഴും കണ്ട് 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 എനിക്ക് പേര് അങ്ങനെ കിട്ടും. അല്ലാതെ എനിക്ക് പേര് അല്ലാതെ അങ്ങനെ പറ്റില്ല അല്ലേ? കുറച്ചു മുമ്പ് ഞാൻ പേര് പറഞ്ഞതാ. അപ്പൊ എനിക്ക് മനസ്സിലായി ഇപ്പൊ മറവി എത്രത്തോളം ഉണ്ടെന്ന്. പേര് പ്രശ്നം, പക്ഷെ അങ്ങനെ മറവിയൊന്നുമില്ല. എന്നാലും പേരൊക്കെ ഓർത്ത് വെക്കാനുള്ള. എന്നാലും അതൊരു പിന്നെ ഇപ്പം ഡോക്ടർമാർ സർട്ടിഫിക്കറ്റ് എന്നൊന്നും പറഞ്ഞല്ലോ. അപ്പൊ അതെനിക്ക് +2 വരെ ഉണ്ടായിരുന്നുള്ളൂ. +2 വരെ അത് ഉണ്ടായിരുന്നു. +2 വരെ അധികം പഠിക്കാൻ പോയില്ല. ഡിഗ്രി ഡിപ്ലോമ എടുത്തു ഡാൻസിന്റെ. പക്ഷെ അത് ഡാൻസ് മാത്രം എടുത്തോളൂ, ഡാൻസ് എടുത്തില്ല. അപ്പൊ അത് സർട്ടിഫിക്കറ്റ് എടുത്തില്ല. +2 സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നില്ല എനിക്ക്. ഈ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ സർട്ടിഫിക്കറ്റ് വേണ്ട. അപ്പൊ ഇനി പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടോ? ഇനി എന്തായാലും നമ്മൾ പോവില്ല നമ്മൾ വർത്തലേക്ക്. കാരണം നമ്മുടെ ഇതിലേക്ക് നമ്മൾ ചെണ്ടത്തിലേക്കുള്ള കാലേക്ക് നമ്മൾ കടന്നുപോയി. കാരണം പൈസ എന്താ ഇതിന്റെ കാര്യവും ഒക്കെ നമ്മളെക്കുന്നതുകൊണ്ട് നമുക്ക് ഇനി പഠനം കിട്ടില്ല. കാരണം നല്ല സമയം കിട്ടൂല താനും, നമ്മൾ പോവില്ല താനും. ഈ മറവിയുടെ ഇതിങ്ങനെ പറഞ്ഞപ്പോഴേ എനിക്ക് മറ്റേ ഈ ഒരു നമ്മുടെ ഗജനി സിനിമയിൽ സൂര്യയുടെ ഒരു ക്യാരക്ടർ ഇല്ലേ, ഓർമ്മിക്കുമ്പോൾ എഴുതി വെക്കുന്നത്. അപ്പൊ ഞാൻ മറവി എത്രത്തോളം ഭീകരാണെന്ന് അതിൽ മനസ്സിലായിട്ടുണ്ട് ആ ഒരു സിനിമയിലൂടെ. സത്യം ഞാൻ സിനിമ കണ്ടിട്ട് ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് പിന്നെ മറന്നുപോകും. അപ്പൊ അങ്ങനെ ആരെങ്കിലും ഇപ്പൊ വന്നിട്ട് പേരൊക്കെ എന്നെ ഓർമ്മയുണ്ടോന്നൊക്കെ പറഞ്ഞിട്ട് അവണിയോട് പറയുമ്പോ അവണിക്ക് വിഷമം തോന്നിയിട്ടുണ്ടോ? എനിക്ക് എന്താ പറയുക, എന്റെ അനിയൻ കൊച്ചു ആരെങ്കിലും പേര് പറയുമ്പോ ഇവരിങ്ങനെ സംസാരിക്കുമല്ലോ ബന്ധുക്കാരുടെ കാര്യം പറയുമ്പോ, ഞാൻ ഇവരാരാ ഇതാരാ, അപ്പൊ അമ്മ ചീത്ത തന്നെ, നിനക്കറിയില്ലേ ഇന്നാണെന്ന് പറഞ്ഞ് ചീത്ത എന്നോട്. ഞാൻ കുറെ നേരം ചോദിക്കും. പിന്നെ ലാസ്റ്റ് അമ്മ ഓരോ കാര്യം പറഞ്ഞു ഓർക്കണം എന്ന് പറയും. അപ്പോഴും എനിക്ക് അറിവുണ്ട്. അപ്പൊ അങ്ങനെ ഓർത്തെടുക്കണം, ഇപ്പോഴും അങ്ങനെ ഓർത്തെടുക്കണോ അല്ലേ കാര്യം? ആരെയും മരിച്ചു പോയെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത് അതാരാ. പിന്നെ അമ്മയുടെ ചീത്ത പറയും, പിന്നെ ചോദിക്കില്ല. ഇപ്പോഴും എനിക്ക് പറയുന്നത് ആൾക്കാരുടെ എന്താ ഓർക്കുന്നു, കാണുമ്പോൾ എനിക്ക് കണ്ടാൽ അറിയാം. പക്ഷെ എനിക്ക് പേര് പെട്ടെന്ന് അറിയുമ്പോ എടി എന്താ ലക്ഷ്മി ചേച്ചി ഇല്ലേ, ഏത് ലക്ഷ്മി ചേച്ചി, ഏത് ലക്ഷ്മി ഞാൻ ചോദിക്കും. അപ്പൊ ഇന്ന ആളെന്ന് പറഞ്ഞ് ഓർത്തെടുത്താലാണ് എനിക്കറിയുള്ളൂ. ആ ഒരു സംഭവം ഇത് പറയണം. ഇടി മറ്റേ അന്ന് കണ്ടു ചേച്ചിയില്ലടി, മണ്ണുള്ള വെളുത്ത തുടുത്ത ആ സിറ്റുവേഷൻ ഒക്കെ പറയണം. പറയുമ്പോ ഓർമ്മയുണ്ട്. ഇനിയിപ്പൊ എന്നെ കുറച്ച് നാൾ കഴിഞ്ഞാൽ മറന്നു പോവോ? അല്ലേ ഫോണിൽ സേവ് അല്ല. അപ്പൊ എന്റെ പേര് ബിൻഷ. ഞാൻ ലാസ്റ്റ് ചോദിക്കാം എന്റെ പേരെന്താ. വേണ്ട അത് വേണ്ട കേട്ടോ. വേണ്ട, അത് കുഴപ്പമില്ല. അതല്ല, അപ്പൊ ഡോക്ടറെ എങ്ങാണ്ട് കാണിച്ചായിരുന്നോ പിന്നീട്? അവര് പറഞ്ഞു അവർക്ക് സർട്ടിഫിക്കറ്റ് +2 വരെ ഉണ്ടായിരുന്നുള്ളൂ. പറഞ്ഞു ഇത് മാറാനുള്ള സാധനം, മറവി എന്ന് പറഞ്ഞാൽ അധികം എനിക്കില്ല, അധികമായിട്ട് മറവി എനിക്കില്ല. സന്തോഷ് ബ്രഹ്മി കുടിച്ച മറവി അത് എനിക്ക് കഴിക്കണ്ടായിരുന്നു. വെളുപ്പിന് വീട്ടിൽ മുറ്റത്ത് അമ്മ ഇങ്ങനെ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. വെളുപ്പിന് അമ്മയ്ക്ക് 3 എണ്ണം പറിച്ചു തരും കഴിക്കാനായിട്ട്. സന്തോഷ് ബ്രഹ്മിയോ? എന്നിട്ട് എന്തെങ്കിലും സന്തോഷ് ബ്രഹ്മിയുടെ പരസ്യം ഭയങ്കരമായിരുന്നല്ലോ, എന്നിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടായിരുന്നോ? സന്തോഷ് ബ്രഹ്മിയൊക്കെ കുട്ടികളെ പറ്റിക്കുമായിരുന്നു മൊത്തത്തില്. ഇലയുണ്ടല്ലോ, ഇലയാണ് രാവിലെ കഴിച്ചുള്ളത്. അമ്മ എപ്പോഴും 3 കഷ്ണം പറിച്ചെനിക്ക് വരും, നീ കഴിക്കടി വെച്ചത് കഴിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അധികം എനിക്ക് മറിവില്ല ചേച്ചി, അധികം മറിവില്ല. പേരുകളും സിറ്റുവേഷൻ പറഞ്ഞാലും കിട്ടും. പക്ഷെ എന്നാലും എനിക്ക് അതൊരു ഈ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കൊഞ്ഞപ്പ് നല്ലോണം ഉണ്ട്, വലിയ കമ്പി ഇട്ടുണ്ട്, നല്ല കൊഞ്ഞപ്പുണ്ട്, അതും ഉണ്ട് പ്രശ്നം. അല്ലാതെ എനിക്ക് മറിവ് അധികം എനിക്കതില്ല. മറിവാണ് ഇങ്ങനെ കണ്ടിരുന്നത്. ഈ പരിപാടിക്ക് സ്റ്റേജ് കളിക്കുമ്പോൾ അത് അവസ്ഥ തന്നെയാ. ഒറ്റ കളിക്കുമ്പോ അടുത്ത സ്റ്റെപ്പ് മറന്നു പോകും. അത് ഇപ്പോഴും ഉണ്ട് എനിക്കത്. സ്റ്റെപ്പ് മറന്നു പോവോ? ഞാൻ വീട്ടിൽ കളിക്കുന്ന സ്റ്റെപ്പ് അല്ല സ്റ്റേജ് കളിക്കുന്നത്. അപ്പൊ അമ്മ പറയും നീ ഇപ്പൊ പഠിക്കുന്ന ആവശ്യമൊന്നുമില്ല, നീ സ്റ്റേജ് കളിക്കുന്നത് വേറെ സ്റ്റെപ്പ് ആയിരിക്കും. എന്നാലും അങ്ങ് കളിച്ചോളൂ. അങ്ങനെ ഒരു ഡാൻസ് കളിച്ചായിരുന്നു, ദേവി ഡാൻസ് തന്നെയാണ്. അതിൽ ചവിട്ടയുടെ സമയം വേറെ സമയത്തായിരുന്നു. അപ്പൊ എന്നെ ഇത് കാരണം തെറ്റിട്ട് ഞാൻ അവനെ നേരത്തെ ചവിട്ടി. അതൊന്നും ഭാഗ്യത്തിന് കൊക്കയിൽ വീണില്ല, ബാക്കിൽ പുറകെ കൊക്കയായിരുന്നു. എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഇതായിട്ടുള്ള സ്ഥലമായിരുന്നു. അപ്പൊ അതിനെ കുറിച്ച് പൂവും ചീത്ത, നീ എവിടെ നോക്കിയാ പഠിച്ചതെന്നൊക്കെ പറഞ്ഞ്. അപ്പൊ നമ്മള് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണല്ലേ എന്നും മെമ്മറിയിൽ വരാനായിട്ട്. ഞാൻ ഒന്നീ വീഡിയോ എടുത്ത് വെക്കും എങ്ങനെയാ. പക്ഷെ എനിക്ക് 2 സ്റ്റെപ്പ് പഠിച്ചെന്ന് വെച്ചോ, പിന്നെ കളിക്കുമ്പോ മറന്നു പോകും. അപ്പൊ സ്റ്റെപ്പ് ഏതാ ഒന്നീ വീഡിയോ എടുത്ത് വെക്കാൻ അടുത്ത സ്റ്റെപ്പ്. ഇപ്പൊ നമുക്കായാലും ഓരോ ഡാൻസ് ഒക്കെ കളിക്കുമ്പോൾ ഗ്രൂപ്പ് ഡാൻസിന്റെ ഒക്കെ പിന്നെ സ്റ്റെപ്പ് ഒക്കെ മാറിപ്പോവും, തെറ്റിച്ചിട്ടും ഉണ്ട് നമ്മളൊക്കെ ഇവിടുന്ന്. പക്ഷെ അന്നേരം മറ്റുള്ളവരുടെ ചീത്ത ഭയങ്കരമാ. പിന്നെ നമ്മള് തെറ്റിച്ചു പോയാലേ ചീത്ത കേൾക്കണം. പരിപാടിക്ക് പോകുമ്പോഴാ ഓരോ കാര്യം പറഞ്ഞാൽ പരിപാടിക്ക് പോകുമ്പോൾ ഭയങ്കര ചീത്ത അറിയില്ല. ഒന്നെങ്കിൽ പൈസയുടെ പ്രശ്നം കാരണം, അല്ല പരിപാടിക്ക് പിള്ളേരെ മൊത്തം പിള്ളേരാ. അപ്പൊ ക്ലാസ് 6 കുറെ പിള്ളേർ പഠിക്ക് വരില്ല. അപ്പൊ നമുക്ക് 5 പെമ്പിള്ളേർ പറയുമ്പോൾ 4 പെമ്പിള്ളേർ 3 പെമ്പിള്ളേർ പോകുന്നു. അപ്പൊ അവിടെ ചീത്ത കേൾക്കും. അപ്പൊ അവിടെ മൊത്തം ചീത്ത. ഇപ്പൊ പിന്നെ മുതലാളി ആയതുകൊണ്ട് കുഴപ്പമില്ല.
പറഞ്ഞ പോലെ ഒന്നല്ല. ഭയങ്കര കഷ്ടപ്പാടത്. ഇന്നല്ല, എല്ലായിടത്തും കഷ്ടപ്പാടുണ്ടാവല്ലോ. ഇവിടെ അപ്പൊ നമ്മൾ പറയുന്ന പൈസ തരുമോ ആൾക്കാര്? ലാസ്റ്റ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് പറ്റിക്കുന്നവരുണ്ടോ? ഉണ്ട്. എന്തോരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അറിയാമോ. കരഞ്ഞിട്ടുണ്ട് ഇരുന്ന സ്ഥലത്ത്. പരിപാടി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചിലത്ത് നമുക്ക് ലാഭം ഉണ്ടാവും, ചിലത്ത് ഭയങ്കര നഷ്ടം വന്നിട്ടുണ്ട്. ഞാൻ ഇരുന്ന് കരഞ്ഞു അവിടെ. അത് ഒരു പരിപാടിക്ക് പോയിട്ട് ഞങ്ങൾക്ക് എന്താ ഫുഡ് പോലും കഴിക്കാൻ പറ്റും. രാവിലെ വൈകിട്ടായിരുന്നു പരിപാടി. അത് ഞങ്ങൾ ധൃതി പിടിച്ച് അത് സമയം വൈകി. പരിപാടി തീർന്ന സമയം ഉച്ചയ്ക്ക് തീർന്ന പരിപാടി 2 മണിയൊക്കെ അപ്പോൾ തീർന്നത്. 3 മണിക്ക് നമ്മൾ രണ്ടാമത്തെ പരിപാടി കൊട്ടണം അവിടെ. അപ്പോൾ അവിടെ നിന്ന് ദൂരമുണ്ട്, പാലക്കാടായിരുന്നു പരിപാടി. അത് ഓടി പറഞ്ഞ് എത്തി. ഫുഡും കഴിക്കും. പിള്ളേർ മൊത്തം നമ്മളെ ചീത്ത പറിച്ചില്ല, ഫുഡ് കഴിച്ച് വെക്കാത്തോണ്ട്. രാവിലെയും കഴിച്ചില്ല, ഉച്ചയും കഴിച്ചില്ല. കഴിച്ച് 3 മണി. 3 മണി. അത് നട്ടുച്ച വെയിലത്ത്. എവിടെയാ? പാലക്കാടാണ് പരിപാടി. പാലക്കാട് നല്ല വെയിലുള്ളതല്ല. പാലക്കാട് എന്ന് പറഞ്ഞാല് ചൂടാണ്. അവർക്ക് ഭയങ്കരമായിട്ട് കൊട്ടണം വെയിലത്തൊക്കെ ഇന്ന് കൊട്ടി അങ്ങനെയൊക്കെ ഇതൊക്കെ ഉള്ള. നമ്മള് കൊട്ടും കഴിഞ്ഞ് ഫുഡും കഴിക്കാൻ എന്നിട്ട് ഗ്യാസും കയറി. പിള്ളേർക്കാണെങ്കിൽ അവിടെ പൈസ കുറഞ്ഞു. 2ാമത് പടിക്ക് പൈസ കുറഞ്ഞു. കാരണം നമ്മള് എത്തിയത് 3 മണിക്ക് എത്തേണ്ട സമയത്ത് ഞങ്ങൾ എത്തിയത് 7 മണിയായപ്പോഴാണ്. അപ്പൊ പൈസ കുറച്ചു. അവിടെ പൈസ നമ്മള് എന്താ പറയണ്ടേ, 60,000 കിട്ടുന്ന സ്ഥലത്ത് 25. അത് വണ്ടി വിളിച്ച പോയത്. അപ്പൊ ഇത്രയും ആൾക്ക് പൈസയും കൊടുക്കണം. പൈസയും കൊടുക്കും, വണ്ടിക്കും പൈസ കൊടുക്കണം. ലാസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അല്ല, ഒന്നും ഉണ്ടായില്ല. കരഞ്ഞു. ഡ്രസ്സൊക്കെ നമുക്ക് വാടകയ്ക്കൊക്കെ അവസ്ഥ വന്നു. വാടകയ്ക്ക് ഡ്രസ്സ് എടുക്കുന്ന പൈസ, വണ്ടിക്കൂലി, പിള്ളേർക്കൊക്കെ എന്താ എത്ര കൊടുത്ത 1300 ആ ഒരു എമൗണ്ട് കൊടുക്കാൻ പറ്റുള്ളൂ 2 പരിപാടിക്കായിട്ട്. ആ ഒരു അവസ്ഥ വന്നു. കരഞ്ഞു അവിടെ കിടന്നു ഞങ്ങള്. എന്താ ഇപ്പൊ ചെയ്യേണ്ട ഒരു അവസ്ഥയായിപ്പോയി. കാരണം ലേറ്റായി നമ്മുടെ കുട്ടി പറയുമ്പോൾ നമ്മുടെ ഇതായിക്കോട്ടോ. ഒന്നാമത് തരം പഴി ലേറ്റായിട്ട് തീർന്നും ചെയ്തു. ഓടി എത്തേണ്ട താമസം. പിന്നെ എന്താ പൈസയും കുറഞ്ഞു. എവിടെ ആരോട് പറയാൻ? പിള്ളേർക്ക് നമ്മളെ അറിയുള്ളൂ, പരാതി പറയുള്ളൂ. നമ്മളവിടെ പറയാൻ. പിന്നെ നമ്മള് എന്താ ആൾക്കാരെ വിളിക്കുന്നു, പരിപാടിക്കാരൊക്കെ വിളിച്ചിട്ട് എഗ്രിമെന്റ് പൈസ മേടിക്കുന്നു. കഴിഞ്ഞ കൊല്ലം ജനുവരിയിൽ അത് പറഞ്ഞാല് ഞങ്ങൾക്ക് വലിയൊരു തുക ഉണ്ടാക്കേണ്ട അവസ്ഥ വന്നു. ഒറ്റ പരിപാടി കാരണം 1,00,000 രൂപത്തോളം ഞങ്ങൾക്ക് കടം വന്നു, നഷ്ടം വന്നു അവിടെ. പിന്നെ എങ്ങനെയൊക്കെ പൈസ ആരൊക്കെ ചോദിച്ച് കാരണം അവര് ചീത്ത കുറച്ചേ. വാട്സപ്പ് ഒക്കെ ഉണ്ടാവേണ്ട എല്ലാവർക്കും ഗ്രൂപ്പ് ഉണ്ടല്ലോ. ഗ്രൂപ്പിലേക്ക് ഫോട്ടോ സഹിതം ഞങ്ങളുടെയൊക്കെ ഇന്ന ആൾക്കാർ പറ്റിക്കുന്നു, ഇത് ഇന്ന ടീം, ഇന്ന ആളുടെ ഫോട്ടോ വെച്ച് എൻ്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ആ ഒരു അവസ്ഥയിലെത്തി. അങ്ങനെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ പരിപാടികൾ എല്ലായിടത്തും അങ്ങനെ തന്നെയാ. ഒന്നും എളുപ്പമല്ല. എല്ലാ ടീമിനും കുറെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. നമുക്ക് പുറമേ നോക്കൊക്കെ ഒന്നും തോന്നില്ല. പക്ഷെ ടീമും കൊണ്ട് പോകുന്ന ആൾക്ക് എല്ലാ ടീമുകാർക്കും അവർക്ക് അതേതായ പ്രശ്നങ്ങൾ ഉണ്ടാവും. എവിടെയെങ്കിലും പൈസ മാറിയിട്ടുണ്ട് പിള്ളേർ നമ്മളെ ചീത്ത പറയുള്ളൂ. പിന്നെ പറ്റിക്കലും ഉണ്ടാവും. പൈസയുടെ പ്രശ്നമാണെങ്കിൽ നമുക്ക് എവിടെയും പഠിക്ക് പോയിട്ടുണ്ടെങ്കിൽ ചിലവ് പൈസ തന്നേക്കാന്ന് പറയും. നമുക്ക് വേറെ പോലും പിടിച്ചു അപ്പൊ ഇട്ടേക്കാന്ന് പറയും. അപ്പൊ നമ്മൾ ധൃതിയിൽ അവിടെ പോകേണ്ട ധൃതി നമുക്ക് ഇട്ടേക്കെന്ന് നമ്മളെ വിശ്വാസം നമ്മൾ പറഞ്ഞു പോകും. പക്ഷെ ആ പൈസ കിട്ടാത്ത അവസ്ഥ വരെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. കുറെ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടോ? നമുക്കത് പറയാൻ എല്ലാ പരിപാടി കഴിഞ്ഞാൽ പിന്നെ അവര് കാല് മാറും. നമുക്ക് പിന്നെ പോയാലും ചിലപ്പം തരില്ല. ഇല്ല, നമുക്ക് പോകാൻ പറ്റാത്ത അവസ്ഥകളുണ്ടാവും. ഒന്നും പറയണ്ട. കാരണം എല്ലാവർക്കും ഉള്ള അവസ്ഥകൾ തന്നെ. ഇപ്പൊ ഇവിടെ തന്നെ ഇതിന് ചേച്ചിക്ക് വേറെ ആളുണ്ടാവും. അപ്പൊ അവർക്ക് ആ പുള്ളിക്ക് ഇത് കൊണ്ടുനടക്കാനായിട്ട് കുറെ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം നിങ്ങൾക്ക് ശമ്പളം തന്നെ, പിന്നെ നിങ്ങൾക്ക് എപ്പോഴും വീടെടുക്കാനുള്ള ഇത് ഒപ്പിച്ച് തന്നെ നിങ്ങൾക്കാണ് ഓടി നടക്കണം അങ്ങോട്ടേക്ക്. അപ്പൊ പുള്ളിക്ക് അതിന് പ്രശ്നം ഉണ്ടാവും. നിങ്ങൾക്ക് തോന്നുന്നില്ലായിരിക്കും പുള്ളിക്ക് എന്തൊക്കെ പ്രശ്നമുണ്ട് കാര്യം. പക്ഷെ പുള്ളിക്ക് ഇത് കൊണ്ടുനടക്കാനായിട്ട് പുള്ളിക്ക് കുറെ പ്രശ്നം ഉണ്ടാവും. അതുപോലെയാണ് ഇതും. എല്ലാവർക്കും എന്താ മേളായിക്കോട്ടെ അല്ലെങ്കിൽ നാടകം ആയിക്കോട്ടെ. ഞാൻ ബാലയ്ക്കൊക്കെ പോയതാണ്, നാടകത്തിന് പോയിട്ട് അവിടെയും ഒക്കെ പോയിട്ടുണ്ട്. അപ്പൊ അവിടെ ആയിക്കോട്ടെ എല്ലായിടത്തും ഓരോ ബുദ്ധിമുട്ടുണ്ട്. നാടൻ പാട്ട് പഠിക്കാൻ പോയിട്ടുണ്ട്. അവിടെ ഇതുപോലെ തന്നെ പൈസക്ക് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മള് അപ്പൊ ടീം എങ്ങനെ വലുതാക്കാൻ നോക്കണം. നമ്മള് എങ്ങനെ ടീം ഉയർത്തി എത്തണം അതേ നോക്കുള്ളൂ. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ ഒതുക്കാൻ പറ്റില്ല. പിള്ളേരുണ്ടല്ലോ. പിന്നെ പൈസ പിള്ളേരെ സംഘത്തിലുള്ള സമിതികളിൽ ആരെങ്കിലും ചീത്ത വിളിച്ചിട്ടുണ്ടോ? പൈസ അങ്ങനെ വിട്ടു പോയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടോ? ഉണ്ട്. കുറെ പേര് പോയിട്ടുണ്ട് ടീമിൽ നിന്ന്. ചിലവരിപ്പോ ടീമിൽ നിൽക്കാനും മനസ്സും വേണം കേട്ടോ. നമുക്ക് ടീമിൽ നിൽക്കുന്നവരുണ്ട്. എന്തെങ്കിലും വന്നാൽ തന്നെ നിൽക്കാൻ ഒരു തോന്നലുണ്ടായാലാണ് പോകാൻ പറ്റുള്ളൂ. പക്ഷെ ഇപ്പൊ ഈ ജ്വാല കലാസമിതി അത് ഭയങ്കരമായിട്ട് ബമ്പർച്ചിരിയിലൊക്കെ വന്നല്ലോ. ഇപ്പൊ എല്ലാരും പോപ്പുലറായി, ഇപ്പൊ എല്ലാവർക്കും അറിയുന്ന ഒരു സമിതിയായി വളർന്നു അല്ലേ? ഇനിയും വളരാനാണ് എനിക്ക് ഇഷ്ടം. ഞങ്ങൾക്ക് ഇനിയും എന്താ പറയാ ഇതൊന്നും എത്തിയിട്ടില്ല. ഇനി ഞങ്ങൾക്ക് വലിയ എത്തണം. ഞങ്ങൾക്ക് ഇപ്പൊ സ്വപ്നങ്ങളൊക്കെ കുറെ സ്വപ്നമുണ്ട്. കാരണം ടീം ഇപ്പോഴാണ് കുറെ സാധനം കുറവാണ്. സാധനം കുറെ മേടിക്കണം. പൈസ ഉണ്ടോ? നല്ല ചെണ്ടക്കൊക്കെ വാങ്ങാൻ നല്ല പൈസയാണോ? അതെ, ഒരു 15 രൂപത്തോളം വരുന്നുണ്ട്. ചെണ്ടയും നമ്മൾ ഇലത്താടൊക്കെ ഇല്ല, അതിനൊക്കെ ഒരു സമിതിയിൽ കൊണ്ടുപോകുന്നത് വലിയൊരു പൈസ ഉണ്ടാവും ഈ സാധനങ്ങളൊക്കെ വാങ്ങാൻ. നല്ല പൈസ ഉണ്ട്. നമ്മൾ ഓരോ പരിപാടി കഴിയുമ്പോൾ
നമുക്ക് ലാഭം ഉണ്ടാവുമല്ലോ. ആ ലാഭം കിട്ടുമ്പോൾ നമ്മളെ പൈസ സാധനം മേടിക്കാം. അങ്ങനെയാ. അല്ല ഒറ്റയ്ക്ക് മേടിക്കുമ്പോൾ നമുക്ക് പൈസ നമ്മുടെ ഇല്ല. കാരണം നമുക്ക് സാധനം മേടിക്കാൻ 10, 5, 20 ഇതൊക്കെ കൈ വേണം. അപ്പൊ നമ്മൾ എവിടെയും അടുപ്പിച്ച് പോരാൻ വന്നിട്ട് ലാഭം വന്നാൽ നമ്മള് അങ്ങനെ പൈസ നമ്മൾ കൂട്ടി ഒരു സാധനം മേടിക്കും. ഇപ്പൊ അത്ര കുറച്ച് സാധനം മേടിച്ചു, ഇനി നമുക്ക് സാധനം ഇപ്പോഴും നമുക്ക് വാടകയ്ക്ക് എടുക്കുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. ഇപ്പോഴും വാടകയ്ക്ക് നമുക്ക് സാധനം എടുക്കുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ അന്നേരം എന്താ പറയണ്ടേ, അത് ബുദ്ധിമുട്ടാണ് എല്ലാം കൊണ്ടും. കാരണം സാധനം വാടക പൈസ നല്ല പൈസയാണ്. അത് നമ്മൾ കൊണ്ടുപോയ ദിവസം തൊട്ട് തിരിച്ചു കൊടുക്കുന്ന ദിവസം വരെ ഒരു കണക്ക് വരും. പൈസ വരും. പിന്നെ ഓട്ടോ പൈസ വേറെ, പിന്നെ അത് എല്ലാം കൊണ്ടും മൊത്തത്തില് വരവ് ചെലവ് നോക്കിയിട്ട് ചെലവ് കൂടുതലായാൽ പോയി. എല്ലാം കൊണ്ടും ഒരു കണക്ക് നമുക്ക് ഏകദേശം കണക്കുണ്ടാവുമല്ലോ. ആ കണക്ക് എവിടെയെങ്കിലും മാറിപ്പോയാലും അവിടെ മൊത്തം നഷ്ടം. കണക്കില് പുലിയാണോ? അങ്ങനെയില്ല കേട്ടോ. അതല്ല, ആളുണ്ട് വരെ നമുക്ക് വേറെ ചേട്ടയും കൂടെ ഉണ്ട്. പുള്ളിയും കൂടെ ഒരുമിച്ചാണ് ടീം കൊണ്ടെടുക്കുന്നത്. എന്നാലും സമ്മതിക്കണം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ ഈ മറന്നുപോയി, ഇപ്പൊ എന്റെ പേര് പോലെ തന്നെ മറന്നു. എന്നാലും ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനേ കൊണ്ടാണ് നിൽക്കുന്നത്. ഞാനെന്ന് പറയുമ്പോൾ ഇതിന്റെ കാര്യം നോക്കണു, പുള്ളി ബാക്കി കാര്യങ്ങളിലുള്ള പുള്ളിയും നോക്കണം. അതുകൊണ്ടൊക്കെയാണ് അങ്ങനെ മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ ബുദ്ധിമുട്ടായാനെ എല്ലാം കൊണ്ടും. അപ്പൊ ഈ ലോണൊക്കെ കിട്ടുമോ ഇതിന്? അത് പെൺപിള്ളേർക്ക് മാത്രമേ കിട്ടിയാണ്. പക്ഷെ പെൺപിള്ളേർ പറഞ്ഞാൽ ഞങ്ങൾ പലയിടത്ത് പല ആൾക്കാർ ജില്ലക്കാരാ. ഞാൻ പറഞ്ഞു എന്റെ അമ്മയ്ക്ക് പറഞ്ഞാല് നിങ്ങൾ അടുത്തുള്ള ആൾക്കാരാണ്. എന്റെ ആന്റി, അങ്ങനെയുള്ള ആൾക്കാർ. നിങ്ങൾ ഒരു പഞ്ചായത്തിലുള്ള ആൾക്കാരാണ്. അപ്പൊ ഞങ്ങൾക്ക് സ്വയം തൊഴിലായിട്ട് ആ സാധനം അങ്ങനെ കിട്ടിയതാ. ചന്ദ്രൻ ഞങ്ങൾക്ക് ചെണ്ടയൊക്കെ സ്വന്തമായിട്ട് ഉണ്ടായിരുന്നു. ഇത് പിള്ളേരെന്ന കൊല്ലത്തുനിന്നും തൃശ്ശൂരുള്ള ആൾക്കാരെ, പല ജില്ലയും പല പഞ്ചായത്തും അല്ലേ. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ കിട്ടില്ല. പിന്നെ ആരെങ്കിലും നമുക്ക് വന്നാല് ചെയ്ത് ഞാൻ മേടിച്ചു തരാന്ന് ആരെയും വന്ന് പറഞ്ഞാലും അങ്ങനെ കിട്ടുള്ളൂ. സ്പോൺസർ ഒക്കെ ചെയ്യാറുണ്ട്? സ്പോൺസർഷിപ്പ് ഒക്കെ ഉണ്ടായിട്ടില്ല. എനിക്ക് കിട്ടാൻ ഞങ്ങൾക്ക് പ്രാർത്ഥന ഉണ്ട്. എങ്ങനെയെങ്കിലും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ്. കിട്ടിയില്ല ഞങ്ങൾക്ക് എപ്പോഴും പരിപാടി കിട്ടിയാലും ലാഭം കിട്ടിയതില്ലേ സാധനം മേടിച്ച്. അപ്പൊ ഞങ്ങൾക്ക് വണ്ടി ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാണ്. അടുത്തും ഓടി എത്താനും ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കേരളത്തിൽ എവിടെയൊക്കെ പോയിട്ടുണ്ട് പരിപാടി? കേരളത്തിന് പുറത്താണോ കൂടുതലും? എവിടെയാ പോകുന്നത്? കേരളത്തിൽ തമിഴ്നാടാണ് ഏറ്റവും കൂടുതൽ. ഞങ്ങള് നാട്ടിലുണ്ട്. ഇപ്പൊ സീസൺ അല്ലേ, ജനുവരി മൊത്തം നമുക്ക് പെരുന്നാൾ ഉത്സവമായിട്ട് സീസണാണ്. അപ്പോൾ നാട്ടിലാണ്. അത് കഴിഞ്ഞ് തമിഴ്നാട്, പിന്നെ അത്യാവശ്യം പുറത്തേക്കൊക്കെ പോയിട്ടുണ്ട്. പൂന, ബീഹാറൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതും വിട്ട് പുറത്തേക്ക് പോകാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. പുറത്തേക്ക്, പിന്നെ വിദേശത്തേക്കൊക്കെ അങ്ങനെയൊക്കെ പോകുന്നുണ്ടല്ലോ. ആഗ്രഹമുണ്ട്. അത് ചെറുതായിട്ട് വന്നെടുപ്പുണ്ട് ഞങ്ങൾക്ക്. അത് കിട്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടി ദേവിയോടങ്ങ് അത് ഒരു പ്രാർത്ഥന. കാരണം ഇങ്ങനെ കിട്ടും. ഇടയ്ക്ക് അങ്ങനെ എല്ലാവർക്കും കിട്ടില്ല അങ്ങ് ഭാഗ്യമൊക്കെ. അപ്പോൾ നമ്മുടെ പിള്ളേരെയും കൊണ്ടുപോവാണെങ്കിൽ നമുക്ക് ഇതല്ലോ, അങ്ങനെ കൊണ്ടുപോയി നമ്മളെ പിള്ളേരെയും കൊണ്ടുപോയി എന്ന് നമുക്കും ഇതാവും. വിദേശത്ത് പോയിട്ട് നമ്മള് പരിപാടി അവതരിപ്പിക്കാന്നൊക്കെ പറയുമ്പോൾ വലിയൊരു, നമുക്ക് അല്ലാതെ പോകാൻ പറ്റുന്ന വഴിയില്ല, ഉറപ്പുമില്ല നമുക്ക് അല്ലാതെ പോകാൻ പറ്റുമോ. അപ്പൊ ഇങ്ങനത്തെ അവസരം കിട്ടുവാണെങ്കിൽ സന്തോഷിക്കണം. കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക എപ്പോഴും. ഇത് വന്ന് കിടപ്പുണ്ട് കിട്ടാനായിട്ട്. പിന്നെ ഈ കണ്ണൂര്, കാസർഗോഡ്, കോഴിക്കോടൊക്കെ പിന്നെ ഈ ഇന്റർവ്യൂ കഴിയുന്നതോടുകൂടി എല്ലാരും അങ്ങ് വിളിക്കട്ടെ. ഇപ്പൊ കണ്ണൂരൊക്കെ എന്തെങ്കിലും ഭാവിയിൽ ഞാനും വിളിക്കാം. കണ്ണൂരാണോ? അപ്പൊ മലബാറിലൊക്കെ വിളിച്ചറിയാം. ഞങ്ങൾ ഇവിടെ ഉണ്ട്, എല്ലാം ഉണ്ട് വർക്ക്. ഞങ്ങൾക്ക് മേളമുണ്ട്, കഥകളി, മോഹിനിയാട്ടം, അത് കല്യാണ വർക്കാണൊക്കെ വേണ്ടത്. അപ്പൊ അങ്ങനെ ബുക്ക് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഉപകാരം ആയിക്കോട്ടെ. അപ്പൊ എങ്ങനെയാണ് ബുക്കൊക്കെ ചെയ്യേണ്ടത്? അതൊന്ന് ഇൻസ്റ്റ ഐഡി നോക്കിയാലും മതി. ഇൻസ്റ്റയിൽ നമ്മുടെ എന്താ ജാല കലാസമിതി അടിച്ചു കൊടുത്താൽ നമ്മുടെ കോണ്ടാക്ട് ചെയ്യാൻ നമ്പറും എല്ലാം ഉണ്ട്. അതിൽ എൻ്റെ നമ്പർ ഉണ്ടാവില്ല, കാരണം എൻ്റെ നമ്പർ വെച്ചാൽ ഇതാണ്. എൻ്റെ നമ്പർ വയ്ക്കുന്നില്ല, നമ്മൾ വേറെ ആളുടെ നമ്പറാണ് വെച്ചിരുന്നത്. എത്ര വർഷമായി ഇപ്പൊ ഇത് തുടങ്ങിയിട്ട് സമിതി? ടീം തുടങ്ങിയിട്ട് 4 വർഷമായി. 4 വർഷത്തോളം, 4 വർഷം ആവുന്നു. 4 വർഷം ആവുന്നു. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. അതെ, നമ്മുടെ കൂടെ പെൺപിള്ളേരൊക്കെ ആകുമ്പോൾ ഭയങ്കര സപ്പോർട്ടാണ് ഈ ടീം. ഇപ്പോഴും അത് പറഞ്ഞു, ഈ ടീം ഇത്ര വലുതായത് നമ്മുടെ പിള്ളേർ കാരണമാണ്. കാരണം അതുപോലെ അവർ നമ്മളെ എന്താ പറയുക, പരിപാടിക്ക് ഇന്ന സ്ഥലത്ത് പോവാം, ഇന്ന് വരാൻ പറ്റുമോ, ഓക്കെ വരാം. വീട്ടിൽ അമ്മമാരാണെങ്കിൽ തന്നെ പറയാലോ. ഈ പരിപാടിക്കൊക്കെ പോകുമ്പോ ഇങ്ങനെ മാറിയൊക്കെ നിൽക്കുമ്പോ അങ്ങനെ ഒരുപാട് നെഗറ്റീവ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? വീട്ടിൽ നിന്നൊക്കെ പോണ്ടെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അധികം വന്നിട്ടില്ല. അമ്മമാരെ പോയാൽ സപ്പോർട്ടാ. അമ്മമാർക്കാണെങ്കിൽ ഇങ്ങനെ എൻ്റെ മക്കൾ അങ്ങനെ പോയിട്ട് ഇങ്ങനെയും പോയിട്ട് അമ്മ വിളിച്ചു പറയും, എൻ്റെ കൊച്ചെ ചില പ്രശ്നം ടീമാണല്ലോ, പല പ്രശ്നങ്ങളും ടീമിലുണ്ട്. പറഞ്ഞില്ല, പല പ്രശ്നം നമ്മള് ഇതല്ലാതെ പല പ്രശ്നവും ടീം അല്ലാതെ വരും. നമുക്ക് ടീമിൽ കുറെ പ്രശ്നങ്ങളുണ്ട്. എന്നാലും നമ്മുടെ ടീമില് എന്താ പറയണ്ടേ, പെൺപിള്ളേർ ആമ്പിള്ളേർ ടീം ആയതുകൊണ്ടും അല്ലാതെ വേറെ എല്ലാം ചേർന്ന ടീം ആയതുകൊണ്ടും പ്രശ്നങ്ങൾക്കെല്ലാം ഉണ്ട്. കാരണം അത് പറയാൻ പറ്റില്ലല്ലോ, അധികം പ്രശ്നങ്ങളുണ്ട്. എന്തായാലും ടീം ആയതുകൊണ്ട് അതായത് എവിടെയായാലും എല്ലാ ടീമിലും പ്രശ്നങ്ങളുണ്ട്. അത് പുറത്തൊന്നും അതിനെ അറിയിക്കുന്നില്ല. നമ്മളത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാം അല്ലേ. നമുക്ക് അതേ നമ്മുടെ ടീം വലുതാക്കാം, നമുക്ക് പരിപാടി കിട്ടുക. നമ്മൾ ജാല കലാസമിതി എന്താ വേണ്ടേ,
ആരോ ജാലക്കളാസം ടീമാണ് എന്നൊന്ന് എല്ലാരും എല്ലാരും ഒന്ന് അറിയാം അറിയാം എന്നൊരിത്. അങ്ങനെയുള്ള ചെറിയ ചെറിയ അതുപോലെ ഞാനും എന്നെ അറിയാം, എവിടെയെങ്കിലും പോകുമ്പോ ആവണയല്ലെന്ന് അറിയാം. അങ്ങനെയുള്ള ചെറിയ ചെറിയ ആഗ്രഹങ്ങളെ നമുക്കുള്ളൂ. വലിയൊരാഗ്രഹം. അല്ല ഞാനില്ല ഒരു തമാശ പറഞ്ഞു. അപ്പോ കല്യാണൊക്കെ കഴിക്കാൻ വീട്ടില് നിർബന്ധിക്കാറുണ്ടോ? ഞാൻ വീട്ടിൽ കല്യാണം ഇപ്പൊ ആഗ്രഹം താല്പര്യമില്ല. അവർക്ക് എന്താ ഞാൻ ഇങ്ങനെ പാറി പറന്ന് എന്റെ ആഗ്രഹം ഡാൻസർ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഡാൻസറാണ്. ഏതാണ് ഡാൻസിൽ? മോഹിനിയാട്ടം അങ്ങനെ എന്താ? ഭരതനാട്യം. ഭരതനാട്യം. അപ്പൊ അവർക്ക് കഥകളി അല്ലാട്ടോ, ഞാൻ മോഹിനിയാട്ടം കഥകളി എന്ന് പറഞ്ഞു പോയി. അപ്പൊ അവർക്ക് അതുകൊണ്ട് എന്താ പറയണ്ടേ, ഞാൻ വലിയ നിലയിലെത്തിയിട്ട് ആഗ്രഹം അവർക്കുണ്ട്. വലിയ നിലയിൽ എത്തുമ്പോ എന്ത് വാങ്ങിക്കണം എന്ന് ആഗ്രഹം? ഏറ്റവും കൂടുതൽ ഒരു ആഗ്രഹം ഉണ്ടാവില്ല എന്തെങ്കിലും? എനിക്കെന്തോ നമുക്കെന്തോ എന്നോട് വീട് വീട് എന്നോട് സ്വന്തമായിട്ട് സാധാ വീടാണ് നമ്മുടെ, അധികം പണിയൊന്നും നിർക്കാത്ത സാധാ വീടാ. അപ്പൊ അതുകൊണ്ട് വീട് പണിയണം. ഇത് കഴിഞ്ഞ ദിവസം വരെ അനിയൻ കൊച്ചു വിളിച്ച് ഇടയ്ക്ക് വഴക്കുണ്ടാക്കിയായിരുന്നു. വഴക്കുണ്ടാക്കി ഭയങ്കര എന്താ പറയുക സ്നേഹത്തോടെ വിളിച്ച് ഇടി തക്കുടു വിളിക്കണേ, ഇടി നിന്നെ എന്താ നമ്മുടെ വീട് നന്നാക്കണം, നഫീസരാക്കണം, വഴക്കൊന്നും വെക്കണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞ് സ്നേഹപ്രകടനമൊക്കെയായിരുന്നു. അന്ന് നമ്മൾ വീട് അവന് വീട്. അപ്പൊ എൻ്റെ അമ്മയ്ക്കൊക്കെ ആ വീട് വേറെ വീട് താല്പര്യമില്ല, ആ വീട്ടിൽ തന്നെ മരണം വരെ ജീവിക്കാൻ അവർക്ക് ആഗ്രഹം. അപ്പൊ അതൊന്ന് പുതുക്കി പണിയണം, മോഡിഫൈ ചെയ്യാ, ഒന്ന് മോടി പിടിപ്പിക്കുക. എല്ലാരും പോലെ നമുക്ക് ഒരു ഇതായിട്ട് ജീവിക്കണം. പറയാം, അത് നമ്മളെ കുറ്റപ്പെടുന്ന കുറെ പേരുണ്ട്. അപ്പൊ അവരെ മുമ്പിലൊന്ന് അപ്പൊ അവർക്കും അറിയാലോ എൻ്റെ മോൾ എങ്ങനെ ആയാലും എന്നാ, എൻ്റെ മോള് തന്നെ എന്താ ഞങ്ങൾ പൊന്നുപോലെ നോക്കിയാലോ, ഞാനായാലും എൻ്റെ ആങ്ങളെയായാലും നല്ലൊരിതായിട്ട് നോക്കി എന്ന് പറയിപ്പിക്കാൻ ആഗ്രഹമുണ്ട്. അമ്മയും അമ്മൂമ്മയൊക്കെ എന്തെങ്കിലും ഇഷ്ടമുള്ളത് പറഞ്ഞാൽ വാങ്ങിക്കൊടുക്കാറുണ്ടോ? ഇഷ്ടമുള്ളത് പറഞ്ഞാൽ അവർക്ക് അങ്ങനെ അതിഷ്ടമൊന്നും അങ്ങനെയൊന്നുമില്ല എന്ന് പറയും എന്നോട്. എന്നീ ഉണ്ടെങ്കിൽ പറയും, ഇപ്പൊ മേടിക്കാൻ പറ്റുന്ന പൈതാനും മേടിച്ചെടുക്കും. പ്രണയൊക്കെ ഉണ്ടോ? അല്ല, കല്യാണത്തിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് നമ്മള് പ്രണയിക്കുന്നുണ്ടോ? പ്രണയിച്ചിട്ടുണ്ടോ? ഇപ്പോഴും ഉണ്ടോ പ്രണയം? ഇപ്പോഴും ഉണ്ട്, പ്രണയിച്ചുകൊണ്ടിരിക്കണു. പ്രണയമില്ലാത്ത എന്ത് ജീവിതം? അത് വെളിപ്പെടുത്താൻ പറ്റാത്ത പ്രണയമാണോ? അങ്ങനെയൊന്നുമില്ല, പക്ഷെ പ്രണയം എന്ന് പറയാൻ പറ്റില്ല. എന്താ ഇഷ്ടമാണ്, പ്രണയമാണെന്ന് പറയാൻ പറ്റില്ല. കുട്ടീനെ പിന്നെ പ്രണയം ഇഷ്ടം തമ്മിൽ എന്താ ആവണി ഒരു വ്യത്യാസം എന്ന് പറഞ്ഞ? അങ്ങനെയൊക്കെ ഉണ്ടോ? അതെനിക്കറിയില്ല കേട്ടോ. അല്ല, പ്രണയത്തെ കുറിച്ച് പറയാൻ താല്പര്യമില്ല അല്ലേ? പ്രണയമുണ്ട്, പക്ഷെ അങ്ങനെ ഇത് എന്താ പറയണ്ടേ, ഒക്കെ സെറ്റായി വരണം. ഒന്നും വെളിപ്പെടുത്താനായിട്ടില്ല. ടീം ഒന്നും ഇതാക്കണം, ഞങ്ങളും ഒന്ന് ഇതാക്കണം, അതേ ടീം നല്ല രീതി തന്നെ. കല്യാണത്തിനൊക്കെ വിളിക്കുവോ നമ്മളെയൊക്കെ? ഇല്ല, ആ പരിസരത്തേക്ക് വരാൻ പാടില്ല. ഇതവർ ആദ്യം തന്നെ ഇടപെട്ട. എന്നാലും അവണി എന്നോട് നീ ഇങ്ങനെ പറയുന്ന ഞാൻ വിചാരിച്ചില്ല. ആ പരിസരത്തേക്ക് വരാൻ പാടില്ല. എന്നാലും നീയൊരു ഞാൻ നിന്റെ ഒരു ചേച്ചിയല്ലേ, വിളിക്കാതെ വരണോ അല്ലേ? എന്തായാലും ഞാൻ വന്നിരിക്കും. പിന്നെ കൂത്താട്ടുകുളത്തല്ലേ? അതെ അതെ. ആ, എന്തായാലും ഞാൻ വരും. അത് എവിടെയാണ് ബസ് സ്റ്റോപ്പ് ഒക്കെ ഒന്ന് പറഞ്ഞു തന്നാ മതി. വിളിക്കാതെ ഞാൻ ഇതുവരെ എവിടെയും പോയിട്ടില്ല, പക്ഷെ ആവണിയുടെ കല്യാണത്തിന് ഉറപ്പായിട്ട് ഞാൻ വരും. എനിക്ക് കാണണം. എന്നാലും സ്ഥലം അറിയണ്ടേ? അത് ഞാൻ ആവണിയുടെ പയ്യനോട് ചോദിച്ചോളാം, ചേട്ടനോട് ചോദിച്ചോളാം എന്തെങ്കിലും. അപ്പൊ ഇനി എന്താണ് ഏറ്റവും വലിയ ആഗ്രഹമൊക്കെ പറഞ്ഞു. ഇനി അവണി എന്തൊക്കെയാണ് പഠിക്കാനൊക്കെ ആഗ്രഹിക്കുന്നത്? ഡാൻസ് അല്ലാതെ എന്തെങ്കിലും ഇഷ്ടമാണോ? ഡാൻസ് തന്നെയാണ്. എങ്ങനെയെങ്കിലും ഡാൻസ് ഇപ്പോഴും ആയിട്ട് കിടക്കുക. കുറച്ച് ഈ ടീമിലേക്ക് ഇറങ്ങിക്കൊണ്ടേ ഡാൻസ് അത്യാവശ്യം മൂടിയിരിക്കുക. അതൊന്നും അത്യാവശ്യം പുറത്തുനിന്ന് പൊടിയൊക്കെ തൂത്ത് പുറത്തിറക്കണം. ഭരതനാട്യം എന്തെങ്കിലും ഒന്ന് രണ്ട് മുദ്ര കാണിച്ച്. അങ്ങനെയൊക്കെയുണ്ട്, ഇങ്ങനെയൊക്കെ. ഇത് മയിലല്ലേ? കാണിക്കും നമ്മള്. എനിക്കതേ അറിയാമോ. ഇതെന്താ കാണിച്ചേ? ഇത് ചുമ്മാ നമ്മള് വെറുതെ കാണിക്കുന്ന കുപ്പിവള നല്ല ഇഷ്ടമാണോ? കുപ്പിവള ഇഷ്ടമൊക്കെയാണ് ഏറ്റവും കൂടുതൽ. ഇതിപ്പോ ഇങ്ങോട്ട് വന്ന് പെട്ടു. കുപ്പിവള ഇട്ടാ വേഗം കല്യാണം നടക്കാൻ വേണ്ടിട്ടാന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. കറുത്ത കുപ്പിവള ഞാൻ കേട്ടിട്ടുണ്ട്, അതാ പറഞ്ഞ്. അങ്ങനെ എന്റെ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞ ദിവസം അവളുടെ കല്യാണം കുപ്പിവള ഇടാറില്ലല്ലോ, അവള് വളയിടാറില്ല. ഇതൊക്കെ വെറുതെ ഞാൻ വെറുതെ ഒന്നും പറയുന്നതാണ്. നമുക്ക് സംഭവം അറിയില്ല. ഏറ്റവും ഇഷ്ടം ധരിക്കാനുള്ള വസ്ത്രം ഏതാ ഏറ്റവും ഇഷ്ടം? പാവാട, പട്ടുപാവാട, അങ്ങനത്തെ ഉടുപ്പ് ഒക്കെയാണ് ഇഷ്ടം. അതൊക്കെയാണ് ഇഷ്ടം. ഞാൻ ഏറ്റവും കൂടുതൽ വീഡിയോയിൽ കാണാൻ അറിയാം. ഏറ്റവും പാവാടൊക്കെയാണ് വിട്ടു കൊടുക്കുന്നത്.
എന്നാലും ഇത്രയുള്ള ഇതൊക്കെ ഇടുമ്പോൾ പറയും പാന്റ് ഇടാൻ മറന്നു പോയതാണോ എന്നൊക്കെ. അല്ല, ആൾക്കാരുടെ കമന്റ് ആണ് താഴെ, അത് എന്റെ മോഡൽ. കുറെ പേര് ഉണ്ടല്ലോ, അപ്പൊ അവരെന്തേണ്ടേ? അതെ, അത് ശരിയാ. അപ്പൊ അമ്മയോടൊക്കെ ഇങ്ങനെ, അമ്മയൊക്കെ എല്ലാത്തിനും സപ്പോർട്ടല്ലേ? ഇങ്ങനെ കമന്റ് ഒക്കെ വരുന്നൊന്നും അവർക്ക് അറിയില്ലല്ലോ അല്ലേ? ഇല്ല, അമ്മയ്ക്കറിയാം, അമ്മയ്ക്ക് ഫോൺ ഉണ്ട്, അമ്മയ്ക്കറിയാം, അപ്പനറിയാം, അമ്മയെല്ലാം അറിയാലോ, വീട് സപ്പോർട്ടാ. പക്ഷെ അച്ഛന് ഇച്ചിരി ഇതുണ്ട്. കാരണം അറിയില്ല, അച്ഛൻ എന്ന് പറഞ്ഞാല് അവിടെ എന്താ പറയണ്ട, പെങ്ങന്മാരെന്തെങ്കിലും പറയുമ്പോ അച്ഛൻ വിളിച്ച് ചീത്ത പറയും. അങ്ങനെ അടിച്ചു. അച്ഛന് ഈ മൂക്കുത്തി ഇഷ്ടപ്പെട്ടില്ല, എൻ്റെ അപ്പുറ സൈഡ് മൂക്കുത്തി അച്ഛൻ ഇഷ്ടപ്പെട്ടില്ല. 2 സൈഡ് മൂക്കുത്തി. അച്ഛൻ കുറച്ച് ചീത്തൊക്കെ പറഞ്ഞു, അന്ന് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ എന്ന് കുറച്ച് ചീത്തൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു. പക്ഷെ ഒന്ന് കുറച്ചേ മാറി. അച്ഛന് ആരെയും പറയുമ്പോൾ അച്ഛന് ഭയങ്കര ബുദ്ധിമുട്ടാ, അപ്പൊ വിളിച്ചു പറയും. പക്ഷെ അമ്മയ്ക്ക് കുഴപ്പമില്ല, എന്ത് ചെയ്താലും അമ്മ എല്ലാത്തിനും ഫുൾ സപ്പോർട്ടാ. അമ്മയും മുത്തശ്ശി അമ്മയുടെ ഫുൾ സപ്പോർട്ട്, ഏറ്റവും മുത്തശ്ശിയുടെ സപ്പോർട്ട്. എന്നാ കാണിച്ചാൽ നല്ല ജീവിക്കണം, എന്താ പറയണ്ടേ, അങ്ങനത്തെ ഉള്ളൂ. അപ്പൊ എന്നെ എന്ത് കാണിച്ചാലും എന്താ, നീ ഇങ്ങനെ നന്നായി ജീവിച്ചാൽ മതി, അത്രേ ഉള്ളൂ അമ്മയ്ക്ക്. എന്നാലും സ്വന്തമായിട്ട് സമ്പാദിക്കുന്നുണ്ടല്ലോ, അതാണ് അവർക്ക് എല്ലാവർക്കും വലിയ. അതുണ്ട്. കാരണം ഇപ്പൊ ആവശ്യം വരാം, പണ്ടത്തെ പോലെ പണ്ട് നോക്കുമ്പോ അമ്മയുടെ ഒക്കെ അമ്മ ഇത് ചെയ്ത് ഇപ്പൊ സ്വന്തമായിട്ട് എന്താ റീചാർജ് ചെയ്യാനും എന്താ സാധനം മേടിക്കാനും സ്വന്തം പൈസക്ക് തന്നെ. വീട്ടിലേക്കാണ് ഇപ്പൊ അത്യാവശ്യം എന്താ പറയണ്ടേ, സാധനം മേടിച്ച് കൊടുക്കാനും ഭയങ്കര സ്വന്തമൊക്കെയാണ്. അപ്പൊ അതിലൊരു എന്താ പറയാ, ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, ഒരു സ്വയം സംതൃപ്തി ഉണ്ട്. ഉണ്ട്. പക്ഷെ ഏറ്റവും ആഗ്രഹം വീടൊന്നും ഇതാക്കണം. കാരണം നമുക്ക് വീട്ടിൽ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ട്. വന്ന് ലൈറ്റിന്റെ വർക്കൊക്കെ കാരണം കുറച്ച് കറണ്ട് ബില്ലൊക്കെ കിടക്കുക കൂടും. അതുകൊണ്ട് അമ്മ പറയാം, വീടൊന്ന് പൊട്ടിപ്പൊളിച്ച് കാണാൻ എന്താ ഇപ്പൊ ചെയ്യുക, പൊട്ടിപ്പൊളിച്ച് എവിടെ പോയി കിടക്കും. അപ്പൊ അതൊരാഗ്രഹം, വീടൊന്ന് സെറ്റാക്കി വീടൊന്ന് നന്നായിട്ട് ആക്കണം എന്നാണ്. നല്ല അത്യാവശ്യം നമുക്ക് കാണാമല്ലോ, ചില വീടൊക്കെ കാണുമ്പോൾ നമ്മുടെ അയൽക്കത്ത് 2 വലിയ വീടാ, നമ്മൾ മാത്രമേ ഉള്ളൂ താമസിക്കാനായിട്ട്. അവിടെ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് കൃഷറാ. അപ്പൊ അവിടെ കൃഷറായതുകൊണ്ട് പൊടിയുടെ പ്രശ്നം കാരണം അവിടെ ആരും താമസിക്കുന്നില്ല, നമ്മൾ അത് താമസിക്കുന്നുള്ളൂ. പിന്നെ 2 വലിയ വീട് വരും. ഇതിന്റെ മുതലാളിയുടെ വീടാ. അപ്പൊ അത് വീട് കാണുമ്പോൾ ആഗ്രഹിക്കും, ഷോ അവരെപ്പോ നമ്മൾ എന്നാ പണിയാ, അതുപോലെ പണിതില്ലെങ്കിലും ഒരത്യാവശ്യം. അപ്പൊ ആ 2 വീടിന്റെ ഇടയിൽ നമ്മളൊരു കുഞ്ഞു വീടാണെങ്കിലും നമുക്ക് സന്തോഷം ഉണ്ടല്ലോ. അതുകൊണ്ട് എന്തായാലും ഒരു ഇതായിട്ട് പണിയാണെങ്കിലേ ഒന്നൊരു ആഗ്രഹം നമ്മൾ ആഗ്രഹിക്കാലോ അല്ലെ, അതുപോലെ ഒരു വീട് പണിയണം. അപ്പൊ അങ്ങനെ പറയും, നമുക്ക് പണിയാൻ പറയാം. അപ്പൊ ആ ഒരു ആഗ്രഹം നടക്കട്ടെ, എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ. ആവണിയുടെ ഇനിയും ഈ സമിതിയൊക്കെ വലിയ വലിയ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. താങ്ക് യു. നന്ദി, നമസ്കാരം.